ഈ 23 വയസ്സായ തൂണാണ് അത്. ഈ മരം ഈ സൈഡിൽ കൂടെയാണ് ഞാൻ എടുത്ത് കളയണം. എൻ്റെ മോനെ എടുക്കാനോ ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഇപ്പം എത്ര 6 ഓപ്പറേഷനായി. നമ്മളെ കൊണ്ട് എന്ത് പറ്റും? കടവും കാവലും മാറ്റി ചെയ്യണേണ്. ജൂലൈ 30-ാം തീയതിയാണ് എനിക്ക് ആദ്യത്തെ സർജറി ചെയ്യുന്നത്. ആ സർജറി ചെയ്ത് കുറച്ച് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പഴയ അവസ്ഥ തന്നെ ഇരുന്ന്, മുറിവിൽ കൂടെ തന്നെ വീണ്ടും മലം വന്നുകൊണ്ടിരുന്ന്. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും പോയി, സർജറി ചെയ്ത ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ബാലൻസ് ഉണ്ടായിരുന്നത് പോയതാണ്, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും എന്നെല്ലാം പറഞ്ഞ് അവർ വീട്ടിൽ വിട്ടു. അത് കഴിഞ്ഞ് ഒരു ഒക്ടോബർ 22 ആയപ്പം പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു, മുറിവ് അടയ്ക്കാൻ വേണ്ടി. അത് ചെയ്തിട്ടും പഴയ അവസ്ഥ തന്നെ തുടർന്നതുകൊണ്ട് ഈ വെച്ച മാംസവും എല്ലാം കൂടെ ആയിട്ട് വീണ്ടും അത് പോവുകയെല്ലാം ചെയ്ത്. അങ്ങനെ അവർ പറഞ്ഞു, ആദ്യം ചെയ്ത ഡോക്ടർ പറഞ്ഞു അത് കൊളോസ്റ്റമി ചെയ്തത് ശരിയായില്ല, അതൊന്നും കൂടെ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഒന്നും കൂടെ സർജറി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നവംബർ 5-ാം തീയതി അന്ന് എനിക്ക് വീണ്ടും കൊളോസ്റ്റമി ചെയ്തു. അങ്ങനെ മെഡിക്കലി മാത്രം 3 സർജറി ചെയ്തു. 3 സർജറിയും ശരിയായില്ല. 3ാമത് ചെയ്ത കൊളോസ്റ്റമിയും ഫുള്ള് ഇതായി. അവർ പുറത്ത് വെച്ച കുടൽ അകത്ത് പോയി, വയറിൽ മല അകത്ത് കെട്ടിക്കിടന്ന് ഇൻഫെക്ഷനായി, ഫുള്ള് പഴുപ്പ് കയറി, പഴുപ്പ് പുറത്ത് വയറ് താനെ പൊട്ടി പഴുപ്പൊലിക്കാനുള്ള ഇത് വന്ന്. അങ്ങനെ അവിടെ ചെന്നിട്ട് വേറെ ഇതൊന്നുമില്ല. അവരുടെ അടുത്ത് ഈ വേദനയും ഇതെല്ലാം ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് മെഡിക്കലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല, 3 മാസം വരെ വേദന സഹിക്കുക, അല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, ഇനിയൊരു സർജറി ഒന്നും ചെയ്യാൻ പറ്റൂല, 3 മാസം കഴിഞ്ഞാൽ ഈ കൊളോസ്റ്റമി തിരിച്ച് നമുക്ക് വെക്കാം എന്നുള്ള രീതിക്കാണ് അവർ നിന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് വേദന സഹിക്കാൻ പറ്റാതെ ഒന്ന് വയറ് ഫുള്ള് പഴുപ്പ് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി, കടയ്ക്കലുള്ള കിൻസാറ്റ് എന്ന് പറയുന്ന പ്രൈവറ്റിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ഒന്നും കൂടെ ചെയ്യാം, നമുക്ക് കൊളോസ്റ്റമി അവിടെ നിന്ന് മാറ്റി വലത് ഭാഗത്തോട്ട് മാറ്റി തരാമെന്ന് പറഞ്ഞ് ഇടത് ഭാഗത്തുനിന്ന് കൊളോസ്റ്റമി എല്ലാം കൂടെ മാറ്റി വലത് ഭാഗത്തോട്ടാക്കി. വയറിൻ്റെ ഒരുപാട് മാംസവും ഇതെല്ലാം എടുത്ത് കളയേണ്ടി വന്നു, പഴുപ്പ് കയറി. അത് കഴിഞ്ഞ് ഇപ്പം പ്ലാസ്റ്റിക് സർജറി ഇപ്പോൾ ഒന്നും കൂടെ ചെയ്തു. ഇപ്പോൾ 20 ദിവസമേ ആയുള്ളൂ സർജറി കഴിഞ്ഞിട്ട്. ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലും ഇതിലുമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഇരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. നെടുമങ്ങാട് വെച്ച് ബിന്ദുസിൻ്റെ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ അവൾക്ക് ഈ മുറിവ് വഴി മലം വരെയാണ് എന്ന് ഞാൻ പറഞ്ഞു. 3-ൻ്റെ അന്നാണ് ഞാൻ പറയണത്. പറയാൻ സമയത്ത് ഇതേപോലെ മുറിവും മലവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അതൊരു മുറിവ് താനെ പുറത്തോളൂ എന്ന് പറഞ്ഞാണ് വീണ്ടും 10 ദിവസം കിടത്തി. 8-ൻ്റെ അന്ന് ഇതേ അവസ്ഥയായി, ഈ തയ്യൽ കംപ്ലീറ്റ് പോയി ഇതേ അവസ്ഥയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് 10-ൻ്റെ അന്ന് വീട്ടിൽ പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഡോക്ടർ വന്ന് കണ്ടവൻ പറഞ്ഞ് ഹസ്നായം കൊണ്ട് വന്നാൽ മതി, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ഹസ്നായം കൊണ്ട് അവിടെ ചെന്നപ്പം പറഞ്ഞു 7 ദിവസം നിർത്തി ഞാൻ ക്ലീൻ ചെയ്യാം, ഞാൻ തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഇത് കറക്റ്റ് ആവാത്തതുകൊണ്ട്, 5 ദിവസം കഴിഞ്ഞ ശേഷം കറക്റ്റ് ആവാത്തതുകൊണ്ട് അവർ പറഞ്ഞ് എൻ്റെ ഫ്രണ്ടുണ്ട് JS Steven, ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ കൊണ്ടുപോയാൽ മതി, അവർ റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതിനു ശേഷം അവർ SIT വിട്ടപ്പോഴാണ് അവർ പറഞ്ഞത് ഇത്രയും ഈ താഴ്ചയെ കീറിയിട്ടുണ്ട്, അതുകൊണ്ട് MR എടുക്കണമെന്ന്. MR എടുത്തപ്പോഴാണ് അറിയണത് 2.7 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് ഈ മുറിവ് ഉണ്ടെന്ന് അറിയണത്. അപ്പം പറഞ്ഞ് മുറിവ് പൊറുക്കണമെങ്കിൽ വയറ്റിൽ സ്റ്റോമ ബാഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റോമ ബാഗ് ആദ്യം ഓപ്പറേഷൻ ചെയ്ത് സ്റ്റോമ ബാഗ് ഫസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ചെയ്തത്, സ്റ്റോമ ബാഗ് ഇത് ചെയ്തതിനു ശേഷമാണ് വീണ്ടും ശരിയായില്ലെന്ന് പറഞ്ഞ് ഇതേപോലെ ചെയ്ത് വെച്ച് മെഡിക്കൽ കോളേജ് നിസാറുദ്ദീൻ ഡോക്ടറും JS Steven സാറും കൂടെയും ചെയ്യാം. ഇതേപോലെ ചെയ്ത് വെച്ച് അവസാനം ഈ 3 ഓപ്പറേഷൻ പിന്നെ ബ്ലാസ്റ്റ് സർജൻ ചെയ്ത്. ഇത് 3 പ്രധാനപ്പെട്ട ഡോക്ടർമാരാണ് മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ ചെയ്ത. 3 ഓപ്പറേഷൻ ശരിയാവാത്ത ആ അവസ്ഥയാണ് കിംസാറ്റി കൊണ്ടുപോയത്. ഇത് ചെയ്യാനുള്ളത് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. എൻ്റെ ഭാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയും നെടുമങ്ങാട് ഇട്ട് കഷ്ടപ്പെടുത്തിയിരുന്നു. ഈ കണക്കിന് ആണ് ചെയ്യാനുള്ളത്. ഇതാണ് കിംസാറ്റി ചെയ്യുക, ഇതാണ് കറക്റ്റ് ഓപ്പറേഷൻ. 2 കുടലും എടുത്ത് ചെയ്യാനുള്ള. മെഡിക്കൽ കോളേജ് ചെയ്തതെന്ന് വെച്ചാൽ കുടല് മടക്കി വെച്ച് താഴോട്ട് മലം പോണ കുടലിങ്ങനെ മടക്കി വെച്ച് പിന്നാണ് അടിച്ചിരുന്നത്. ഈ പിന്നെ അടിച്ചു വെച്ച് അത്രയും കഷ്ടപ്പാടായിരുന്നു. ഇവർക്ക് ഇത് പോകാൻ സമയത്ത് വേദനയും ബുദ്ധിമുട്ടായി കരച്ചിലും ഇതായി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് പാൽ കൊടുക്കാൻ പറ്റില്ല. മോൻ പെങ്ങളെ വീട്ടിലായിരുന്നു. ആശുപത്രിയും കാര്യവും പൊടി മാറ്റാനും എൻ്റെ വേറെ നിവൃത്തിയില്ല. ഉണ്ടായിരുന്ന ജീവിതമാർക്ക് വണ്ടി കൊടുത്ത് നമ്മൾ കയറി കിടക്കാൻ വീടോ സ്ഥലമോ ഒന്നുമില്ല, വാടകയ്ക്കാണ് താമസിക്കണം. ഇപ്പം ഞാൻ കൂലിക്ക് വടിയാണ് എൻ്റെ ഭാര്യയെ നോക്കണം. പലിശയും കാര്യങ്ങളും എടുത്താണ് ഞാൻ ഇപ്പം മുമ്പോട്ട് പോകണം. ഒരു മാസം തന്നെ 10-25 പലിശയും കാര്യം വേണം. ഒരു കാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഈ ആശുപത്രി ചെയ്യണം? മെഡിക്കൽ കോളേജിൽ ഒരു 14 രൂപയ്ക്കുള്ള ഒരു ട്രിപ്പ്, വേദനയ്ക്കുള്ള ട്രിപ്പ് വരാൻ നമ്മൾ വെളിയിൽ കൊടുത്താണ് വായിപ്പിച്ചത്. എൻ്റെ ഭാര്യ ഫുൾ ഓപ്പറേഷനും
സീസ കാർഡില്ലാത്തതുകൊണ്ട് ഞാൻ കടവും കാവലും മറിച്ച് ഞാൻ ചെയ്ത. ഇതുവരെയും ഡോക്ടറിന്റെ ബിന്ദു സുന്ദർ ഡോക്ടറുടെ ഭാഗത്തുനിന്നോ ഒരു സ്ഥലത്തും നമുക്ക് ഒരു സഹായങ്ങളോ വിളിച്ചൊന്നും ചോദിക്കുക ചെയ്തിട്ടില്ല. അത് പോയിട്ട് ബോർഡ് കാര്യം എന്ന് പറയുന്നത് എന്തിനാ ഈ ബോർഡ് കാര്യം? എല്ലാ മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും ആപത്തുകൾ സംഭവിക്കാത്ത ആരുമില്ല. ബോർഡ് കാര്യം വന്നപ്പം നെടുവങ്ങാട് ആശുപത്രി എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പ്ലാനിങ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു പ്രസവം നടന്നിട്ടില്ല, ഇങ്ങനെ മുറിവ് സംഭവിച്ചില്ല, നിങ്ങളെ ചോദിക്കപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് അവിടെ തൂക്കണ ചേച്ചിമാരടുത്തോട്ട് കംപ്ലീറ്റ് വരെയും പറഞ്ഞ് ബോർഡ് കാര്യം വന്ന് ഇവിടെ ഈ മുറിവ് നോക്കി, മെഡിക്കൽ ബോർഡിൽ നിന്നാണ് മുറിവും കാര്യം എല്ലാം നോക്കിയിട്ട് പറഞ്ഞ് നമുക്ക് നിന്റെ കഷ്ടപ്പാടും ദുഃഖമൊക്കെ അറിയാം, ഇതെല്ലാം സത്യവും നമുക്ക് മനസ്സിലായി, നമ്മൾ വേണ്ട പോലെ ചെയ്യാന്നില്ല എൻ്റെ അടുത്തും ഭാര്യ അടുത്തും പറഞ്ഞിട്ട് ഇവര് റിപ്പോർട്ട് കൊടുത്തേക്കണം. നെടുവാട് സ്റ്റേഷനിൽ ഞാൻ ചോദിച്ചാൽ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്ക് ആ റിപ്പോർട്ട് കൊടുത്തേക്കണം. നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് എവിടെ നീതിയുണ്ട്? ഇത്ര അനാസ്ഥ കാണിച്ച് അത് കൃത്യമായി സർക്കാർ ഇടപെട്ടിരുന്നെങ്കിൽ, അന്നത്തെ ആരോഗ്യ വിഭാഗം ഇടപെട്ടിരുന്നെങ്കിൽ പിന്നീട് വീണ്ടും ഒരു കുഞ്ഞ് അവരുടെ കൈകൊണ്ട് മരണപ്പെട്ടു. ആ സമയത്ത് മാത്രമാണ് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ബിന്ദു സുന്ദർ ഡോക്ടർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. നമുക്കറിയാം, ഒരു ഡോക്ടറും മനഃപൂർവ്വം ചെയ്യില്ല. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആരോഗ്യ മേഖലയിൽ എടുക്കുന്ന എഫേർട്ടിനെ ഒന്നും ആരും തള്ളിക്കളയുന്നില്ല. നമുക്കറിയാം, അവരെല്ലാം ഒരുപാട് എഫേർട്ട് എടുത്ത് ജനങ്ങളെ സേവിക്കുന്നവർ തന്നെയാണ്. പക്ഷേ കൈ അബദ്ധം പറ്റിപ്പോയാൽ സമ്മതിക്കാനുള്ളൊരു വിവേകം മനുഷ്യനുണ്ടാവണം. അതാണ് മനുഷ്യത്വം, അതാണ് ഡോക്ടർ. അല്ലെങ്കിൽ ആ പദവിക്കോ ഒരു സ്ത്രീ എന്ന നിലയിലോ അവർ സ്ത്രീ എന്ന് പരിഗണിക്കാൻ പറ്റില്ല. കാരണം ഇത്ര വയ്യാതിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും അഹങ്കാരി, നീ നമ്മളോട് സഹകരിക്കുന്നില്ല, ഇനി ഈ കുട്ടിയെ വിളിക്കാൻ വിളിയൊന്നുമില്ല. ഈ കുട്ടി പലതവണ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും മാം, എനിക്ക് പറ്റില്ല, എനിക്ക് നിരങ്ങിപ്പോയൊരു മരുന്നെടുത്ത് കഴിച്ചോ സൂയിസൈഡോ കയറ് കെട്ടാനോ എനിക്ക് പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ കുഞ്ഞിൻ്റെ മുഖം നോക്കിയിട്ട് നാളെ ആ കുഞ്ഞിന് 1 വയസ്സ് തികയുക. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും 100% സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ കുടുംബം പറയുന്നത്. പാവപ്പെട്ടവരാണ്, വാടക വീട്ടിലാണ് കിടക്കുന്നത്. ഈ കുട്ടിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ ചികിത്സ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലക്ഷങ്ങളായി. അതൊന്നും ഓട്ടോ കൊടുത്തുകൊണ്ട് മാത്രം അവർക്കായില്ല. പല സാമൂഹ്യ പ്രവർത്തകരായ ആളുകളൊക്കെ ഇടപെട്ടിട്ടാണ് ആ കുട്ടിയുടെ ചികിത്സ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇതൊരു പ്രധാന വിഷയമായി നമ്മുടെ കുടുംബത്തിൽ വരുമ്പോഴേ അറിയുള്ളൂ. മാധ്യമങ്ങളാണ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശബ്ദിക്കാൻ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ഇവരോടൊപ്പം ഉണ്ടാവുക. ഇന്ന് ഇത് ആരോഗ്യമന്ത്രിയുടെയും CM-ൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് വേണ്ടുന്ന ചികിത്സാ സൗജന്യം ഇതുവരെ അവർക്ക് ഏകദേശം 16 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഇപ്പോൾ വരെ ആയിട്ടുണ്ട്. അവർ കിടപ്പാടമില്ല, വേറൊരു വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടാൽ അവർക്ക് പോകാൻ സ്ഥലമില്ല. ആരെങ്കിലും ഈ വാർത്ത കേൾക്കുന്ന ആളുകൾ മനസാക്ഷിയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ചികിത്സയോടൊപ്പം അവർക്ക് വാടക കൊടുക്കാതെ സൗജന്യമായിട്ട് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കാനോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. തൊട്ട് മുന്നിൽ റോട്ടറി ക്ലബ്ബ് സ്ത്രീകൾക്ക് വേണ്ടി ഓട്ടോറിക്ഷ പറഞ്ഞു. അതുപോലെ അങ്ങനെയുള്ള ആളുകൾ ഈ പാവപ്പെട്ട പയ്യന് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കൊടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.